വയനാട് സുൽത്താൻ ബത്തേരി മൂലങ്കാവ് കാരശ്ശേരി വനത്തിൽ തീപിടുത്തം. 100 ഏക്കറിലേറെ വനഭൂമി കത്തി നശിച്ചു. വനം വകുപ്പും അഗ്നിശമന സേനാംഗങ്ങളും ചേർന്ന് മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. 11 മണിയോടെയാണ് മൂലങ്കാവ് കൊട്ടനോട് പ്രദേശത്തെ വനമേഖലയിൽ തീപിടുത്തമുണ്ടായത്. വനത്തോട് ചേർന്ന ജനവാസ മേഖലയിലെ മുളങ്കാടുകൾക്ക് തീ പടർന്നതോടെയാണ് നാട്ടുകാർ വിവരമറിഞ്ഞത്. കൊട്ടനോട് സ്വദേശി രഞ്ജിത്തിന്റെ റബ്ബർ തോട്ടത്തിലേക്ക് തീ പടർന്നതോടെ 2 ഏക്കർ സ്ഥലത്തെ കൃഷി നശിച്ചു. ബത്തേരിയിൽ നിന്നും കൽപ്പറ്റയിൽ നിന്നും എത്തിയ ഫയർഫോഴ്സ് അംഗങ്ങളും നാട്ടുകാരും വനവകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്നാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. 11:30 ആ ഒരു സമയത്തോടെയാണ് കാട്ടുതീ കത്താൻ തുടങ്ങിയത്. അവിടുന്ന് കൊട്ടനാട് ഭാഗത്താണ് ഫസ്റ്റ് തീ തുടങ്ങിയത്. ഒരു ഏകദേശം അരമണിക്കൂർ കൊണ്ട് തന്നെ 7 ഏക്കർ ഭാഗത്തേക്ക് തീ എത്തി. ഇവിടെ ഒരു റബ്ബർ തോട്ടം 2 ഏക്കർ മുഴുവനായിട്ടും കത്തിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ തൊട്ടടുത്ത് ബെന്നി ചേട്ടൻ്റെ വീടിൻ്റെ സൈഡിൽ കത്തി. നേരെ ഫയർഫോഴ്സിനെ വിളിച്ച് ഒരു മണിക്കൂറിനുള്ളിൽ ഫയർഫോഴ്സ് വന്നായിരുന്നു. അവർ വന്ന് ഈ വീടിന് ചുറ്റും അവർ തമ്പടിച്ച് നിന്നായിരുന്നു. ഒരു യൂണിറ്റ് ഫയർഫോഴ്സ് ഇവിടെ വന്നായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് 7 ഏക്കർ രുക്മണീൻ്റെ വീടിൻ്റെ സൈഡിലോട്ടും കത്തിയായിരുന്നു. അപ്പോൾ ആ ഭാഗത്തും ഫയർഫോഴ്സ് വന്ന് തമ്പടിച്ച് ആ ഏരിയ ഒന്ന് നനച്ചിട്ടായിരുന്നു. പിന്നെ നാട്ടുകാരുടെയും അതുപോലെ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഇടപെടൽ നല്ലപോലെ ഉണ്ടായിരുന്നു. മുത്തങ്ങന്ന് ഒരു യൂണിറ്റ് ഫോറസ്റ്റ് വന്ന്, പിന്നെ ഓടപ്പുള്ള യൂണിറ്റിൽ നിന്നുള്ള ഫോറസ്റ്റ് ഉണ്ടായിരുന്നു. ബാക്കർമാരെല്ലാം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് തീ അണയ്ക്കാൻ പറ്റിയത്. മുൻപും ഈ മേഖലയിൽ സമാന രീതിയിൽ മുളങ്കൂട്ടങ്ങൾക്ക് തീ പിടിച്ചിരുന്നു. പട്ടമല ഷിബുവിന്റെ പന്നി ഫാമിലേക്ക് തീ പടർന്ന് 40ഓളം പന്നികൾക്കാണ് പൊള്ളലേറ്റത്. മനഃപൂർവ്വം വനത്തിന് ആരെങ്കിലും തീ ഇട്ടതാകാമെന്ന നിഗമനത്തിലാണ് വനംവകുപ്പ്. സംഭവത്തെപ്പറ്റി അന്വേഷണം നടത്തുമെന്ന് വൈൽഡ് ലൈഫ് വാർഡൻ ജി ദിനേഷ് കുമാർ അറിയിച്ചു. അമൃത ന്യൂസ്, വയനാട്.